ഓം ശാന്തി 22/1/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, ഇത് അനാദിയായ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ ഡ്രാമയാണ്. ഇത് വളരെ നന്നായി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ നിങ്ങൾ കുട്ടികൾക്ക് നന്നായി അറിയാം. ഈ മനുഷ്യ സൃഷ്ടി നാടകം വളരെ മനോഹരമായി ഉണ്ടാക്കിയിട്ടുള്ള നാടകമാണ്. കാരണം ഈ നാടകത്തിൻ്റെ സംവിധായകൻ അല്ലെങ്കിൽ രചയിതാവ് സ്വയം ഭഗവാനാണ്. ആ ഭഗവാൻ തന്നെയാണ് ഇതിൻ്റെ മുഖ്യ ആക്ടറും. വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ വരുന്നുള്ളൂ എങ്കിലും ഏറ്റവും മുഖ്യമായ ആക്ടർ ബാബ തന്നെയാണ്. എന്നാൽ ഈ നാടകത്തിലെ ഓരോ അഭിനേതാവും തൻ്റെ തന്നെ പാർട്ട് സ്വയം എഴുതുകയാണ്. അവരവരുടെ അഭിരുചിക്കനുസരിച്ചാണ് എഴുതുന്നത്. ഈ എഴുതുന്ന സമയം ഇപ്പോഴത്തെ സമയമാണ്. അതിനാലാണ് ഇതിനെ അനാദി ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ ഡ്രാമ എന്ന് പറയുന്നത്. ഈ നാടകത്തെക്കുറിച്ച് നമ്മൾ കുട്ടികൾക്ക് മാത്രമേ അറിയാവൂ. ഈ നാടകത്തിൻ്റെ ആദിമധ്യ അന്ത്യം നമ്മൾ കുട്ടികൾക്ക് മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ ആധാരത്തിലാണ് നാം നമ്മുടെ ഭാഗ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ മുഴുവൻ നാടകത്തിലും ഞാൻ എങ്ങനെയുള്ള പാർട്ടാണ് പ്ലേ ചെയ്യേണ്ടത്, ഏത് തരത്തിലുള്ള ഭാഗ്യമായിരിക്കും എനിക്കുണ്ടാകുന്നത് എന്നത് നമ്മുടെ ഇപ്പോഴത്തെ പ്രവൃത്തിയിൽ നിന്നും ആചരണത്തിൽ നിന്നും അറിയാൻ സാധിക്കും. ചോദ്യം: ഏത് ആകർഷണത്തിൻ്റെ ആധാരത്തിൽ എല്ലാ ആത്മാക്കളും നിങ്ങളുടെ അടുക്കൽ ആകർഷിച്ചെത്തും? ഉത്തരം: പവിത്രതയുടെയും യോഗത്തിൻ്റെയും ആകർഷണത്തിൻ്റെ ആധാരത്തിൽ. ഇതിലൂടെ തന്നെയാണ് നിങ്ങളുടെ വൃദ്ധി ഉണ്ടാകുന്നത്. മുന്നോട്ട് പോകുന്തോറും ബാബയെ പെട്ടെന്ന് തന്നെ അവരറിയും. കാണും, ഇത്രയും ധാരാളം പേർ സമ്പത്തെടുക്കുകയാണ്, അപ്പോൾ ധാരാളം പേർ വരും. എത്ര താമസമുണ്ടാകുന്നുവോ അത്രയും നിങ്ങളുടെ ആകർഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏത് കാര്യമാണോ ആരുടെയും അടുക്കലില്ലാത്തത് അതിലായിരിക്കും എല്ലാവരുടെയും ആകർഷണം. ഇന്ന് ലോകത്തിൽ പവിത്രതയുമില്ല, മനസ്സിൻ്റെ ബലം അതായത് യോഗബലവും ഇല്ല. ഇവ രണ്ടുമുള്ളത് നമ്മൾ കുട്ടികളിലാണ്. എത്രത്തോളം ഈ രണ്ട് ശക്തികളും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവോ അത്രയും ഈ കുടുംബത്തിനും അതായത് ബ്രാഹ്മണ പരിവാരത്തിനും യജ്ഞത്തിനും വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ വളർച്ചയുടെ ആധാരത്തിൽ ലോകത്തിലുള്ളവർ ബാബയെ പെട്ടെന്ന് തിരിച്ചറിയും. മറ്റുള്ളവർ വന്ന് സമ്പത്തെടുക്കുന്നു, പലവിധ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് കണ്ട് ധാരാളം പേർ ഇവിടെ വരും. എത്ര താമസമെടുക്കുന്നുവോ അത്രയും ആകർഷണം വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം പവിത്രതയും യോഗബലവും വർദ്ധിക്കുകയാണ്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. വിജയമാലയിലെ മണിയാകുന്നതിന് വളരെ നല്ല പുരുഷാർത്ഥം ചെയ്യണം, വളരെ മധുരമാകണം, ശ്രീമത്തനുസരിച്ച് നടക്കണം. 2. യോഗം തന്നെയാണ് സുരക്ഷിതത്വത്തിൻ്റെ പരിച. ഇതിനാൽ യോഗബലം ശേഖരിക്കണം. ആത്മാഭിമാനി ആകുന്നതിനുള്ള പൂർണ്ണ പരിശ്രമം ചെയ്യണം. ആദ്യ പോയിന്റിൽ ബാബ പറയുന്നു, നാം വിജയമാലയിലെ മണിയാകുന്നതിന്, അതായത് ഏറ്റവും മുന്തിയ ആത്മാക്കളിൽ ഒരാളാകുന്നതിന് വളരെ നല്ല പുരുഷാർത്ഥം ചെയ്യണം, വളരെ മാധുര്യമുള്ളവരാകണം. ആരിലാണോ സ്വയം തന്നെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ഒരു കുറ്റമോ കുറവോ ഒന്നും മനസ്സിലില്ലാത്തത് അവരെയാണ് മധുരമുള്ളവർ എന്ന് പറയുന്നത്. മാത്രമല്ല ശ്രീമതം അനുസരിച്ച് നടക്കുകയും വേണം. ഓർമ്മിക്കണം, ശ്രീമതത്തിൽ എപ്പോഴും മംഗളം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. സ്വയം തനിക്കും മറ്റുള്ളവർക്കും. മാത്രമല്ല
ഏറ്റവും ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ് ശ്രീമതം തരുന്നത്. അതിലെന്ത് വന്നാലും നന്മ മാത്രമേ ഉള്ളൂ. അതിൽ എല്ലാവർക്കും നന്മയാണുള്ളത്. ഇത് മനസ്സിലാക്കി ശ്രീമത്ത് അനുസരിച്ച് നടക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, യോഗം എന്നത് നമ്മുടെ സുരക്ഷാ കവചമാണ്. അതിനാൽ യോഗബലം തീർച്ചയായും ശേഖരിക്കണം. യജ്ഞത്തിൻ്റെ തുടക്കത്തിൽ ബ്രഹ്മബാബ ഓരോ കുട്ടിയെയും വിളിച്ച് അവർക്ക് ഈ ഒരു ശിക്ഷണം നൽകിയിരുന്നു. നിങ്ങളുടെ സുരക്ഷിതത്വത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. എത്ര ആത്മാഭിമാനിയായിരിക്കുമോ അത്രയും നിങ്ങൾ സ്വയം സുരക്ഷിതമായിരിക്കും. ആ സമയത്താണെങ്കിൽ വിഭജനം നടക്കുന്ന സമയമായിരുന്നു. ആ അന്തരീക്ഷത്തിൽ സുരക്ഷിതമായിരിക്കുന്നതിന് ആത്മാഭിമാനിയാകുന്നതിനുള്ള പ്രാക്ടീസ് ചെയ്യാൻ ബ്രഹ്മബാബ എല്ലാവരോടും പറഞ്ഞിരുന്നു. അതുപോലെ നാമും മനസ്സിലാക്കണം, സുരക്ഷിതത്വത്തിൻ്റെ ആധാരം യോഗമാണ്. യോഗബലം ശേഖരിക്കണം. ഒപ്പം അഭിമാനിയാകുന്നതിന് തന്നാൽ സാധിക്കുന്ന എല്ലാ പരിശ്രമവും നടത്തണം. വരദാനം: വിശേഷം എന്ന വാക്കിൻ്റെ സ്മൃതിയിലൂടെ സമ്പൂർണതയുടെ ലക്ഷ്യം പ്രാപ്തമാക്കുന്ന സ്വപരിവർത്തകരായി ഭവിക്കട്ടെ. സദാ ഈ സ്മൃതിയുണ്ടായിരിക്കണം, നാം വിശേഷാത്മാവാണ്. വിശേഷ കാര്യത്തിന് നിമിത്തമാണ്. വിശേഷത കാട്ടുന്നവരാണ്. ഈ വിശേഷം എന്ന വാക്ക് വിശേഷിച്ച് ഓർമ്മ വയ്ക്കൂ. സംസാരവും വിശേഷം, നോക്കുന്നതും വിശേഷം, ചെയ്യുന്നതും വിശേഷം, ചിന്തിക്കുന്നതും വിശേഷം. എല്ലാ കാര്യങ്ങളിലും ഈ വിശേഷം എന്ന വാക്ക് കൊണ്ടുവരുന്നതിലൂടെ സഹജമായും സ്വപരിവർത്തകരിൽ നിന്ന് വിശ്വപരിവർത്തകരായി തീരും. മാത്രമല്ല, സമ്പൂർണത പ്രാപ്തമാക്കണം എന്ന ലക്ഷ്യം, ആ ലക്ഷ്യം സഹജമായി പ്രാപ്തമാകും. നാം വിശേഷാത്മാവാണ്. വിശേഷ കാര്യത്തിന് നിമിത്തമാണ്. വിശേഷത കാട്ടുന്നവരാണ്. നമ്മുടെ സംസാരവും വിശേഷമാണ്. നോക്കുന്നതും വിശേഷിച്ചാണ്. ചെയ്യുന്നതും വിശേഷമാണ്. ചിന്തിക്കുന്നതും വിശേഷമാണ്. കാരണം മുഴുവൻ കൽപ്പത്തിലെ നാം വിശേഷ ആത്മാവാണ്. ഈ വിശേഷ ആത്മാവാണ് എന്നത് ഓർമ്മ വയ്ക്കുന്നതിലൂടെ സഹജമായി സ്വപരിവർത്തകരിൽ നിന്ന് വിശ്വപരിവർത്തകരാകാൻ സാധിക്കും. സമ്പൂർണതയുടെ ലക്ഷ്യവും സഹജമായി പ്രാപ്തമാകും. സ്ലോഗൻ: വിഘ്നങ്ങളെ പേടിക്കുന്നതിനു പകരം പേപ്പറെന്ന് മനസ്സിലാക്കി മറികടക്കണം. മുന്നോട്ടു പോകുമ്പോൾ നമ്മൾക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ തടസ്സങ്ങൾ കാണുമ്പോൾ നാം പേടിക്കാതെ ഇവ മറികടക്കുന്നതിലൂടെ നമ്മൾക്ക് ഒന്നുകിൽ വേഗത കൂടുന്നു, അല്ലെങ്കിൽ വിവേകം കൂടുന്നു. അതിൻ്റെ ഫലം എന്തു തന്നെയാണെങ്കിലും വിഘ്നം വരുന്നത് നമ്മെ ബുദ്ധിമുട്ടിക്കാനല്ല, പകരം നമ്മൾക്ക് സമ്മാനവും കൊണ്ട് വരികയാണ്. മുന്നേറുന്നതിനുള്ള സമ്മാനമാണ്. അതിനാൽ വിഘ്നങ്ങളെ കണ്ട് പേടിക്കാതെ അത് പേപ്പറാണ്, പരീക്ഷയാണ് എന്ന് മനസ്സിലാക്കി മറികടക്കണം. ഓം ശാന്തി.